എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ്. ഋഷി യോഗ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു സബ്ജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ട് വാർദ്ധക്യം എങ്ങനെ സന്തോഷകരമാക്കാം എന്നതിനെ കുറിച്ച്. അത് ഒരുപാട് കമന്റ്സ് ആണ് വന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട്, ഒരുപാട് പേരുടെ സങ്കടങ്ങൾ ഞാൻ കേട്ടു. എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു. പല കാര്യങ്ങളും ഒത്തിരി ആൾക്കാർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അത് നല്ലൊരു വീഡിയോ തന്നെയായിരുന്നു. അപ്പോഴെല്ലാവരുടെയും ഒരു റിക്വസ്റ്റ് ആണ് ഇനിയും ഇതുപോലുള്ള കുറച്ച് വീഡിയോ ഇടണേന്ന്. അതുകൊണ്ടാണ് ഇനിയും എൻ്റെ മനസ്സിൽ ഇരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. ഇതും ഞാൻ എന്നോട് സംസാരിക്കാറുള്ള സ്ത്രീകളുടെ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതും കുറച്ച് സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുത്താണ് ഈ സംസാരിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഒരുപാട് ആൾക്കാർ വേദന അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്നുമല്ല, സ്ത്രീകൾക്കൊരു വരുമാനം ഇല്ലാതെ വരുമ്പോഴുണ്ടാവുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പലരും വളരെ വേദനാജനകമായി എന്നോട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ കൂടുതലും സ്ത്രീകൾക്ക് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. എൻ്റെ സ്റ്റുഡൻസ് എല്ലാം ലേഡീസ് ആണ്. അപ്പോൾ അവരിൽ നിന്നൊക്കെ പലരിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. നമുക്ക് സ്ത്രീകളാണെന്നും പറഞ്ഞ് ഒന്നിനും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. നമുക്കൊരു വരുമാനം നിർബന്ധമായിട്ടും വേണ്ടുന്ന കാര്യമാണ്. അപ്പൊ എല്ലാത്തിലും നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഹസ്ബൻഡുമാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ഒരു വരുമാനമേ കാണത്തുള്ളൂ. അവർ കുട്ടികളെ പഠിപ്പിക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഭാര്യയുടെ കാര്യങ്ങൾ നോക്കണം. അപ്പൊ ഒരു വരുമാനത്തിലാവുമ്പം അവിടെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഭാര്യയ്ക്ക് ജോലി ഇല്ലാതെ വരുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നതല്ല, നമ്മുടെ ആവശ്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ വ്യക്തിപരമായ ചില ആവശ്യങ്ങൾ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. പലരും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ഷോപ്പിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നല്ലൊരു ഡ്രസ്സ് കാണുമ്പം നമ്മൾ അതിന്റെ പ്രൈസ് എടുത്തു വെച്ച് നോക്കുമ്പോൾ അതിന്റെ വില കാണുമ്പോൾ മാറ്റി വെക്കുമെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത്, നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ. കാരണം അപ്പൊ അവർക്ക് വിഷമം തോന്നും, അയ്യോ മക്കൾക്ക് വാങ്ങിക്കണ്ടേ, ഹസ്ബൻഡ് സമ്മതിക്കത്തില്ല ഇത്രയും വില കൂടിയ സാധനം വാങ്ങിക്കാനെന്ന്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ വരുമ്പോഴാണ് നമുക്കൊരു വരുമാനം ഇല്ലാത്തതിന്റെ ഒരവസ്ഥ നമ്മൾ അറിയുന്നത്. തീർച്ചയായിട്ടും ഭാര്യമാർക്ക് ജോലി വേണം. ജോലി എന്ന് പറഞ്ഞാൽ വലിയ പൊസിഷൻ, ഹൈ പൊസിഷനുള്ള ജോലിയൊന്നുമല്ല. ചെറിയ ഒരു വരുമാനമുള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥകളെയൊക്കെ നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്കും ഹസ്ബൻഡിന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാം, നമ്മുടെ ഇഷ്ടങ്ങളും സാധിക്കാം. ഇപ്പൊ നമ്മൾ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയെ പറഞ്ഞു വിട്ടു കഴിയുമ്പോൾ അതോടെ അവളുടെ ഇഷ്ടങ്ങളെല്ലാം അങ്ങ് അടിച്ചമർത്തുക അല്ല ചെയ്യേണ്ടത്. ഒരുപാട് പെൺകുട്ടികൾ പറഞ്ഞാണ്, വിദ്യാഭ്യാസമുള്ളവർ, ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളെ എനിക്കറിയാം. ഇപ്പോഴും അവർ വീട്ടിന്റെ മൂലയിൽ കിച്ചണിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പലരും പറയാം അയ്യോ ഇപ്പൊ അങ്ങനൊന്നും അല്ല, ചുമ്മാതാണ്. ഇപ്പോഴും ഇരിക്കുന്ന ആൾക്കാരുണ്ട്. മുന്നേ ആണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ഇപ്പോഴും കുറെ ആൾക്കാർ അങ്ങനെ തന്നെയുണ്ട്. നല്ല പഠിത്തമുള്ള കുട്ടികളെ എനിക്കറിയാം. അവർക്ക് ഒരു ജോലിക്കും വിടാതെ അവർക്ക് ബാക്കി എല്ലാ ബാക്ക്ഗ്രൗണ്ടും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മാനസികാവസ്ഥയും മനസ്സിലാക്കണം എല്ലാ ഹസ്ബൻഡുമാരും. ഞാൻ ആരെയും കുറ്റം പറയല്ല, എല്ലാ ഫാമിലിയിലും ഉണ്ട് ഈ ഒരു പ്രശ്നങ്ങൾ. എന്നുവെച്ചാൽ അവർക്കും ഒരു വ്യക്തിപരമായിട്ട് എല്ലാ കാര്യത്തിനും ഹസ്ബൻഡിന്റെ അടുത്ത് കൈ നീട്ടുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. പാവം കുട്ടികൾ അവർ പഠിച്ച് നല്ല ഒരു പേരൻസ് എന്ന് പറയുന്നത് ഒരു മക്കളെ നമ്മൾ വളർത്തുമ്പോൾ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന, നല്ല നല്ല ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസ്ഥ കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്ത് അവർക്കൊരു ജോലി കിട്ടേണ്ട അവസ്ഥയാകുമ്പോഴായിരിക്കും ചിലപ്പോൾ മാരേജ് നടത്തുന്നത്. ചിലപ്പം പണ്ടുള്ളവർ ആ സമയമാണ്, ഇപ്പൊ കല്യാണം കഴിക്കണം. അപ്പൊ അവര് വിചാരിക്കും എന്താ, കല്യാണം കഴിച്ചു വിട്ട ഭർത്താക്കന്മാരെ അവരെ വിടുവെന്ന്. പക്ഷെ ഒരുപാട് പേര് വിടാത്ത ആൾക്കാരുണ്ട്. അതൊരു വലിയ കഷ്ടമാണ് ചെയ്യുന്നത്. അവർക്കും ഓരോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ട്. എല്ലാം ഒന്നും നമ്മളോട് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരു, എന്തിനാ ചുരുക്കം, ഇഷ്ടമുള്ള ഒരു പൊട്ട് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു സ്ലൈഡ് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കോസ്മെറ്റിക് ഐറ്റങ്ങൾ വാങ്ങിക്കണം, നല്ല ഫാഷനബിൾ ഡ്രസ്സ് വാങ്ങിക്കണം. ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഒരു വരുമാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഒരിക്കലും ജോലിയുള്ള ഭാര്യ ഒരു അഹങ്കാരമല്ല. അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അയ്യോ എന്റെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ അവൾ എന്നെക്കാട്ടിലും ഉയർന്ന ഇത് വരും, അല്ലെങ്കിൽ അവൾക്കപ്പോൾ അഹങ്കാരം വരും. അതൊക്കെ വെറും തോന്നലുകളാണ്. ഇപ്പോഴുള്ള പെൺകുട്ടികൾ അങ്ങനെ ഒന്നുമല്ല, അവർ ഈക്വലാണ്. ഭാര്യയ്ക്കും ജോലിയുണ്ട്, ഹസ്ബൻഡിനും ജോലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരസ്പരം അവർക്ക് ഷെയർ ചെയ്ത് അവരുടെ ഫാമിലിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. മക്കളുടെ കാര്യങ്ങളും മക്കളുടെ വിദ്യാഭ്യാസവും ഒക്കെ നല്ല പൈസ വേണം ഇപ്പം. അതൊക്കെ രണ്ടുപേരും കൂടെ ജോലി ഉണ്ടെങ്കിൽ അത് സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഇത് ഒരാൾ പോയി ജോലി ചെയ്യുന്നു, ഒരാൾ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്നു, അപ്പൊ അവിടെ അകൽച്ചയാണ് ഉണ്ടാകുന്നത്. പിന്നെ ചില ഭാര്യമാർക്കുള്ള കുഴപ്പമുണ്ട്, അയ്യോ എനിക്ക് ഒന്നിനും സമയമില്ല. ഞാൻ പല ആൾക്കാർ എന്നോട് പറയാറുണ്ട്, അയ്യോ എനിക്ക് ഒന്നിനും സമയമില്ല, ഒരു ജോലിക്കും എനിക്ക് വീട്ടിൽ ഒരുപാട് ജോലികളുണ്ട്, വീട്ടിൽ അതുകൊണ്ട് ഇതുകൊണ്ട് മക്കളെ നോക്കണം, ഹസ്ബൻഡിനെ നോക്കണം.
ഇതെല്ലാം നോക്കിക്കൊണ്ടാണ് നമ്മൾ എല്ലാവരും ജോലി ചെയ്യുന്നത്. അച്ഛനെയും അമ്മയെയും, പ്രായമുള്ള അച്ഛനെയും അമ്മയെയും ഒക്കെ നോക്കുന്ന ആൾക്കാരുണ്ട്. അവരെ നോക്കി, കുട്ടികളെ നോക്കി, ഹസ്ബൻഡിന്റെ കാര്യവും നോക്കിയിട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇതിനെല്ലാം നമ്മൾ സമയം കണ്ടെത്തണം. നമ്മുടെ ആവശ്യമാണെന്നറിഞ്ഞ് നമുക്ക് കുറച്ച് സമയം കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും ഇത് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഓഫീസിലൊന്നും പോയി ജോലി ചെയ്യേണ്ട കാര്യമില്ല. ഓൺലൈൻ ഒരുപാട് കാര്യമുണ്ട്. നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കാവുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ വലിയ ക്വാളിഫൈഡ് ഒന്നും അല്ല, എനിക്ക് അങ്ങനെ വലിയ വിദ്യാഭ്യാസം ഇല്ല എങ്കിലും എനിക്ക് കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ നമുക്ക് പാചകം അറിയാം, എനിക്ക് നല്ല രീതിയിലുള്ള പാചകം അറിയാമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതിൽ നിന്ന് ഇപ്പൊ അച്ചാറൊക്കെ ഇടാൻ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ഒരു അച്ചാറൊക്കെ ഇട്ട് അടുത്തുള്ള വീടുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പബ്ലിസിറ്റി ആകും. അപ്പൊ എല്ലാവരും വന്ന് നമ്മുടെ അതൊക്കെ വാങ്ങിക്കും. അങ്ങനെ എന്തെല്ലാം ചെറിയ ചെറിയ പലഹാരങ്ങൾ ഉണ്ടാക്കാം, ചെറിയ ചെറിയ എന്തെല്ലാം കാര്യങ്ങൾ, പേപ്പർ ബാഗുകൾ ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് ഉപാധികൾ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നില്ല, നമുക്കൊന്നിനും സമയമില്ല. വെറുതെ ഇരുന്ന് നമ്മൾ ടി വിയും കണ്ടു ഫോണും കണ്ടും ഒക്കെ കളയാതെ കുറച്ച് സമയം നമ്മൾ ഇതിനായിട്ട് ചെലവഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്ക് നടത്താൻ പറ്റും. അതൊരു സങ്കടകരമായ കാര്യങ്ങൾ എന്നോട് പലരും പറയാറുണ്ട്. ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇതിനൊക്കെ പല കാര്യങ്ങൾ ഇരിക്കുന്നത്, നല്ല ഡ്രസ്സ് ഉണ്ട്, നല്ല അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് വാങ്ങിക്കുമ്പം എനിക്കും വിഷമം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അത് നമ്മുടെ കുറ്റം തന്നെയാണ്. നമ്മൾ അതിനായിട്ട് ശ്രമിക്കണം. പക്ഷെ ഹസ്ബൻഡുമാര് സപ്പോർട്ട് ചെയ്യണം, ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം. അവൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ എന്തിനാ ഞാനായിട്ട് മുടക്കുന്നത്? അവളത് ചെയ്യട്ടെ. നമ്മുടെ ഫാമിലിയെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ അതൊരു നല്ല കാര്യമല്ലേ? അങ്ങനെ നിങ്ങൾ എല്ലാ ഹസ്ബൻഡുമാരും തീർച്ചയായിട്ടും വിചാരിക്കണം, വീട്ടില് ഒരു ഭാര്യ വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുക്കളപ്പണി ചെയ്യാനുള്ള മാത്രമുള്ള ഒരു ഉപകരണം അല്ല. അവളുടെ ആവശ്യങ്ങളും അവളുടെ ആഗ്രഹങ്ങളും അവളുടെ വിദ്യാഭ്യാസം അനുസരിച്ചുള്ള ഒരു ജോലിയൊക്കെ ചെയ്യാനുള്ള ഒരു അവകാശം അവൾക്കുണ്ട്. ഇപ്പൊ ഭാര്യയും ഭർത്താവും ഒന്നും തമ്മിൽ വ്യത്യാസമില്ല. ഒരു ഭാര്യയും ഒരു ഭർത്താവിന് അടിമയല്ല. അടിമയല്ല എന്ന് പറയുന്ന അഹങ്കാരമല്ല. നമ്മുടെ ആഗ്രഹങ്ങളെയും കൂടെ സാധിച്ചെടുക്കാൻ വരുന്ന ഒരാളായിരിക്കണം നമുക്ക് സപ്പോർട്ടായി വരുന്ന ഒരാള്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവത്തുള്ളൂ. എന്റെ ഭാര്യയ്ക്ക് ഇത്രയും കഴിവൊക്കെ ഉണ്ടല്ലോ, അവളൊരു ജോലി ചെയ്യട്ടെ, അവളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ സാധിക്കുമല്ലോ. ഇതിപ്പം നമ്മൾ നടക്കുന്നതെന്ന് വെച്ചാൽ പല കുടുംബങ്ങളിലും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞു ചെയ്യാത്ത ഫാമിലി ഉണ്ട്. പക്ഷെ അറിഞ്ഞു ചെയ്താലും ഭാര്യമാർക്ക് ഒരു വിഷമം, എല്ലാം ഞാൻ എങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ ഓൺലൈൻ തന്നെ നമുക്ക് പല സാധനങ്ങളും വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ കടയിലെങ്ങും പോകണ്ട. അത് ചില ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ചെറിയ തോതിൽ ഓഫറിൽ കിട്ടും. അതൊക്കെ നമുക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഫോൺ എടുത്തു വെക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറ്റത്തില്ല. എന്താ, നമ്മുടെ ക്യാഷ് ഇല്ല. അതും ഹസ്ബൻഡിനോട് പറയണ്ടേ? ഇതും എന്നോട് പല ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ എല്ലാവരോട് പറയണം. പക്ഷെ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ, ചെറിയൊരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനൊന്നും അവരോട് പറയണ്ട. എന്റെ മക്കൾക്ക് ആവശ്യമുള്ള ചെറിയൊരു കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാനോ, എന്റെ ആവശ്യങ്ങൾ അവരവരുടെ ആവശ്യങ്ങൾ സാധിക്കാനോ, എന്റെ ഹസ്ബൻഡിന്റെ ഏതെങ്കിലും ബർത്ത്ഡേ ഒക്കെ വന്നൊരു ഗിഫ്റ്റ് കൊടുക്കാനോ, ഇതൊക്കെ എല്ലാ ഭാര്യമാർക്കും ഉള്ള ആഗ്രഹങ്ങളാണ്. എല്ലാവരും ഒരു മൂടി വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഹസ്ബൻഡുമാര്. പക്ഷെ ഭാര്യമാരും അതിന് സമയം കണ്ടെത്തണം. എനിക്കൊന്നിനും സമയമില്ലേ, ഭർത്താവ് കൊണ്ടു തരും, ഇതെല്ലാം കഴിച്ച് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങുവാണെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല. ആ ജീവിതത്തിന് ഒരു അർത്ഥമില്ല. നമുക്ക് എന്ത് ബാക്ക്ഗ്രൗണ്ട്, എനിക്കൊന്നും ജോലിക്കൊന്നും പോകേണ്ട കാര്യമില്ല, അത് വെറുതെയുള്ള ഒരു ചിന്തയാണ്. പക്ഷെ നമ്മളുടെ കയ്യിൽ ഒരു വരുമാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരു വിലയും ഉണ്ട്. നമ്മുടെ ഫാമിലിയില് തന്നെ ഒരു സന്തോഷം നമുക്കുണ്ടാവും, മക്കൾക്കും ഒരു സന്തോഷം. എല്ലാം കൂടെ അച്ഛൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു എന്ത് ചെറിയ ഒരു ജോലിയെങ്കിലും നമ്മൾ കൊണ്ടുവരുവാണ്, ആ ഒരു വരുമാനം കൊണ്ടുവരുവാണെങ്കിൽ, നമ്മളൊരു 10 രൂപ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. അപ്പൊ ഇന്ന് 10 രൂപ കിട്ടിയാൽ നാളെ 20 രൂപ കിട്ടും. നമ്മൾ വീട്ടിൽ ഇരുന്ന് എന്തെല്ലാം ഈ കണ്ടന്റ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞൊക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്. നമുക്ക് എഴുതാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ചെയ്താൽ ദിവസം നല്ല എമൗണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് ഈശ്വരൻ തന്ന ദാനമാണ് നിങ്ങളുടെ കഴിവ്, പഠിത്തം. ഇപ്പൊ വിദ്യാഭ്യാസം ഉള്ളവർക്കുള്ള ജോലി നന്നായിട്ടുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് അതിന് തരത്തിലുണ്ട്. ഏതെങ്കിലും ഒരു തൊഴില്, നമ്മുടെ കുടിൽ വ്യവസായം പോലൊക്കെ വീട്ടിൽ ഒരുപാട് ജോലികൾ ചെയ്യുന്നവരുണ്ട്. അവർക്ക് അതേപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷകരമായിട്ടിരിക്കാൻ പറ്റും. നമ്മുടെ മക്കൾക്ക് ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കാം. നമ്മുടെ ആവശ്യങ്ങള്, നമ്മൾ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ ചില ആഗ്രഹങ്ങൾ നമുക്ക് മൂടി വെക്കാതെ തന്നെ നമുക്കത് വാങ്ങിക്കാൻ പറ്റും. ചിലരുടെ ഒരു വിചാരം, എനിക്ക് എന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടി, അവളുടെ അഹങ്കാരമാണ്, അവൾ ആ പൈസ കൊണ്ട് അങ്ങനൊന്നും ഒരിക്കലും വിചാരിക്കണ്ട. അത് ഈക്വൽ ആയിട്ട് കാണണം. നമ്മൾ ഒരു ജീവിതത്തിൽ ഒരു പങ്കാളി നമ്മുടെ വരുമ്പോൾ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ് ഹസ്ബൻഡ് ആയാലും വൈഫായാലും. അങ്ങനെ കാണുമ്പോൾ അവിടെ ഒരു കണക്കെടുപ്പ് വരത്തില്ല.
നമുക്ക് കിട്ടുന്ന ഇപ്പൊ ജോലിയുള്ള ഭാര്യയായാലും ജോലി അവര് രണ്ടുപേർ കിട്ടുന്ന ആ വരുമാനം അവർക്ക് രണ്ടുപേർക്കും സന്തോഷമായിട്ട് ചെലവാക്കാം. അത് ആരുടെയും സ്വത്തല്ല. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അവർ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ ഒന്നും ഒരു തോന്നലും വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എല്ലാവരും, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പല ആളുകളുടെയും വളരെ സങ്കടകരമായ കാര്യങ്ങൾ കേട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മാക്സിമം എന്തെങ്കിലും ഒരു വരുമാനം കണ്ടെത്തുക. ഇപ്പോഴത്തുള്ള പെൺകുട്ടികൾ പറയുന്നുണ്ടല്ലോ, അയ്യോ എനിക്ക് കല്യാണം വേണ്ട, ജോലി മതി. അവർ പറയുന്ന കറക്റ്റായ കാര്യമാണ്. കല്യാണം വേണ്ടെന്നല്ല പറഞ്ഞത്, ജോലിയാണ് മെയിനായ കാര്യം. ഇപ്പൊ കല്യാണത്തിന് മുമ്പേ ഒരു ജോലി ഉള്ള കുട്ടിയാണെങ്കിൽ പിന്നെ വലിയ പ്രശ്നം വരത്തില്ല. തീർച്ചയായിട്ടും അവർക്കൊരു ജോലി തന്നെയാണ് മസ്റ്റ്. എല്ലാ പേരൻസും ചെയ്യേണ്ടത് അവർക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കുക. കല്യാണം ഇപ്പൊ ശാശ്വതമായ കാര്യമല്ല. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ കാര്യം അല്ലെങ്കിൽ ആൺകുട്ടികളുടെ കാര്യം അറിയാം. ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴത്തേ അവർ ഡൈവേഴ്സിലേക്ക് പോവുകയാണ്. പക്ഷെ നമുക്കൊരു ജോലി ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. നമ്മൾ പഠിപ്പിക്കുക മാത്രമല്ല, അവരൊരു ജോലിയാക്കിയതിനു ശേഷം മാത്രം വിവാഹത്തിലേക്ക് കൊണ്ടെത്തുക. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വിവാഹം ഒരു പ്രശ്നമാകാതെ വരും. വെച്ചാൽ വിവാഹത്തെ പ്രശ്നമാക്കേണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷെ വിവാഹത്തിൽ എന്തെങ്കിലും ഒരു പാഴ്ചകൾ ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വിദ്യാഭ്യാസം മാത്രം കൊടുത്ത് കല്യാണം കഴിച്ച് ജോലിയാകുമല്ലോ എന്നൊരു ധാരണയിലേക്ക് പോകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ചിലപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് വിടാത്തവരായിരിക്കും. അതോടെ അവരുടെ ഭാവി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ജോലി വേണം എന്നത് തന്നെയാണ്. ജോലി ഒരു അഹങ്കാരമേ അല്ല. അതെപ്പോഴും രണ്ടുപേർക്കും സന്തോഷമായിട്ട് കാണാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒത്തിരി ആൾക്കാർ എന്നോട് പറഞ്ഞ കാര്യമാണ്, അവിടെ നിങ്ങൾക്കൊരു വരുമാനം കണ്ടെത്താനുള്ള മാർഗം ആദ്യം നിങ്ങൾ കണ്ടെത്തുക. ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. അയ്യോ എനിക്ക് ഏജ് ആയിപ്പോ 10-55 വയസ്സായി, എനിക്കിനിയിപ്പൊ എങ്ങനെയാ? തീർച്ചയായിട്ടും പറ്റും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്ന, നിങ്ങൾ ടേസ്റ്റായ ഫുഡ് ഉണ്ടാക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. പല ജോലികൾ ചെയ്യാം നിങ്ങൾക്ക്. നിങ്ങളുടെ ആഹാരങ്ങൾ, നിങ്ങളുടെ പാചകം നിങ്ങൾക്ക് യൂട്യൂബ് ചാനലായിട്ട് തന്നെ തുടങ്ങാം. നിങ്ങൾ നല്ല പാചകം ചെയ്യുന്നെങ്കിൽ നിങ്ങളൊരു ചാനൽ തുടങ്ങുക. അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവും. അങ്ങനെ എന്തെല്ലാം മാർഗത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അതൊക്കെ സന്തോഷം തരുന്ന ജീവിതമാണ്. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോടത് പറയണമെന്ന് കുറച്ച് നാളുകൊണ്ട് വിചാരിച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. കുറെ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്താണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നന്ദി.